ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഗുരുവായൂർ ഏകാദശിയാണ്. എല്ലാവരും ഏകാദശിയുടെ പുണ്യം നൊയമ്പൊക്കെ എടുത്ത് അനുഷ്ഠിച്ച് ഇരിക്കുന്ന സമയമാണ്. ഞാനും അങ്ങനെയാണ്. ഇന്ന് ഒരു റീഡിംഗ് ഒന്നും ഇടണ്ട എന്നാണ് ആദ്യം കരുതിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് കിടക്കണ്ടെന്ന് കരുതി. പക്ഷേ ഭഗവാന്റെ നിയോഗം ഇങ്ങനെയാണെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്നെടുക്കാം എന്നതിനെ കരുതി എടുക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക. ജെൻഡർലെസ് ആണ്. അതുകൊണ്ട് തന്നെ മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം. ടൈംലെസ് ആയതുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ എപ്പോൾ കിട്ടുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ, അതായത് പുതിയ ആളുകളുണ്ട്, പുതിയ ആളുകൾ വരുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ എന്നിൽ നിന്ന് അകന്നുപോയി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ പുറകെ കാല് പിടിച്ച് ചെല്ലുന്ന മാതിരി ഏത് നേരവും, അതായത് ചേസിങ്ങും റണ്ണിങ്ങുമാണ് നടന്നുകൊണ്ടിരുന്നത്. അതായത് നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് കാണുന്നു. ആ ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ റണ്ണർക്ക് അതൊരു സന്തോഷമാണ്. റണ്ണർ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ കുറച്ചും കൂടെ ഓടട്ടെ എന്ന് കാണട്ടെ, അതൊരു സുഖമാണ്. ഇത് നിങ്ങൾ ചേസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ ചേസ് ചെയ്യൽ ഒന്ന് നിർത്തി എന്നും നിങ്ങളിപ്പോൾ വലിയ മൈൻഡാക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് പോയി എന്നും മനസ്സിലായപ്പോൾ ഈ റണ്ണർ തിരിച്ചു വരുന്നു. ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടി. ആ കാർഡ് കിട്ടിയിരിക്കുന്നത് സിക്സ് ഓഫ് സോർഡ്സ് കിട്ടിയിട്ടുണ്ട്. സിക്സ് ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ റണ്ണറുടെ ആ അവസ്ഥയാണ്. ഒരിക്കൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയി എന്ന് കാണിക്കുന്നു. പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ടാകാം. ആ പല കാര്യത്തിൽ അങ്ങനെ പോയപ്പോൾ നിങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ ചേസ് ചെയ്ത് നടന്ന് ഇപ്പോൾ ഒരു റണ്ണറാണല്ലോ, അങ്ങ് പോയി എന്നാണ്. നിങ്ങളെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെയാണ് അന്ന് നടത്തിയിരുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരു അവശയായിട്ടും വിഷമിച്ചും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. എപ്പോഴും പരിഭവം പറയും, പരാതി പറയും, എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. പക്ഷേ കേട്ട ഭാവം പോലും ഇല്ല. ഒരു മെസ്സേജ് പോലും അയക്കാതെ വിളിക്കാതെ ഒക്കെ ആണ് ഇരുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച് വളരെ കാലം കാത്തിരുന്നു എന്ന് കാണുന്നു. ഒരുപാട് കാലം നിങ്ങൾ കാത്തിരുന്നു, വരും എന്നല്ലെങ്കിൽ നാളെ വരും എന്നുള്ള ആ ഒരു പ്രത്യാശ നിങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. ഇടയ്ക്ക് നിങ്ങൾ ഒരു ചെറിയ കലഹമൊക്കെ അവിടെ വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കാരണം കലഹം എന്ന് പറയുമ്പോൾ ഒരു വിധത്തിലും കാര്യങ്ങൾ അടുക്കുന്നില്ല ഇങ്ങോട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അതിന് കലഹം എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടായി എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കാനും വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. കാരണം എന്ത് വേണം, ഇത് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലുമില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ പതിയെ നിങ്ങൾ എന്താക്കി, പിന്നെ ആ കപ്പൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പോയി എന്ന് കാണിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോയി. ഇനി ഇത് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ സൗകര്യം പോലെ വരട്ടെ എന്ന് നിങ്ങൾ കരുതി എന്ന് തന്നെ കാർഡ് കാണിക്കുന്നു. അതിനുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ നേടിയെടുത്തു എന്നാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ പാഠങ്ങൾ അനുഭവങ്ങളിലൂടെയാണ് പഠിക്കുന്നത്, അല്ലേ? നമ്മൾ ചില പാഠങ്ങളൊക്കെ പഠിക്കും. ജീവിതത്തിൽ പഠിക്കുന്ന പാഠങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ്. നമ്മൾ വായിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ കേട്ടറിവ്, കണ്ടറിവ്, ഇങ്ങനെ പല അറിവുകളുണ്ട് നമുക്ക്. പക്ഷേ അതിനേക്കാൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു. അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കി, ഞാൻ ഇനി എൻ്റെ
കാര്യങ്ങളിലേക്ക് പോട്ടെ. ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നു, നിങ്ങൾ വളരെയധികം സന്തോഷത്തിൽ ഇരിക്കുന്നു. മെയിൽ ഓർ ഫീമെയിൽ, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് വന്ന് ഇവിടെ സന്തോഷമാണ് കാണുന്നത്. ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് നല്ല രീതിയിലൊക്കെ പിന്നെ ജീവിക്കുന്നു. കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ സ്മൂത്തായിട്ട് പോകുന്നു. മറ്റേ കാര്യത്തെ പതിയെ അങ്ങോട്ട് വിട്ടു, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്നു എന്ന് കാണുന്നു. ഇനിയും വരുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജിയാണ്. എംപ്രസ് എന്ന ഒരു ആളായിരുന്നു, അല്ലെങ്കിൽ വളരെ നർച്ചറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങൾ എന്ന് ആൾ മനസ്സിലാക്കിയിരിക്കുന്നു. എത്ര എന്നെ സ്നേഹിച്ചിരുന്നു, ഞാൻ എന്തെല്ലാം കാണിച്ചിരുന്നെങ്കിലും, ഞാൻ എന്തെല്ലാം നെഗറ്റീവ് കാണിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ പുറകെ നിന്ന് മാറാതെ എന്നെ വിളിച്ചുകൊണ്ടും കെഞ്ചിക്കൊണ്ടും കരഞ്ഞുകൊണ്ടും ഇരുന്ന ആൾ ആയിരുന്നു. അത്രയും നർച്ചറിങ് ആയിരുന്നു നിങ്ങൾ എന്ന് കാണിക്കുന്നു. അതിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അത്രയും നർച്ചറിങ് ആയിരുന്ന ഒരാൾ എന്നാണ് എന്നോട് പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള ചിന്ത. അപ്പോൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ്. വളരെ നല്ല ഇൻസ്പിറേഷനൊന്നും വിട്ടിട്ടില്ല. ഡിസ്കവർ ചെയ്യേണ്ടത് എന്താ ഇത് സംഭവിച്ചു പോയത് എന്നുള്ള വിഷമങ്ങളുണ്ട്. വളരെ എന്താ പറയുക, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വളരെ ഫ്രീഡത്തിൽ തന്നെയാണ് ആളുള്ളത്, എങ്കിലും വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി നോക്കി നിൽക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും, അത് കുറച്ച് നാളത്തേക്ക് അങ്ങനെയൊക്കെ കാണിക്കും, അത് കഴിഞ്ഞ് പിന്നെ തന്നെ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയുണ്ട്. കപ്പുമായിട്ട് നോക്കി നിൽക്കുന്നു നിങ്ങളെ തന്നെ എന്ന് കാണിക്കുന്നു. ഇപ്പോൾ ആൾക്ക് മനസ്സിലായി നിങ്ങൾ ചേസിങ് ഒക്കെ നിർത്തി, നിങ്ങൾ വിട്ടിട്ട് പോയി. എന്നാലും ആളങ്ങനെ വിട്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇത് എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അതൊരു വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു സുഖമാണ് അതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചില ആളുകൾക്ക് ഇതൊരു സുഖമാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതൊരു സുഖമാണ്. കാരണം നമ്മുടെ വ്യക്തിയെ വേദനിപ്പിച്ചുകൊണ്ടും പീഡിപ്പിച്ചുകൊണ്ട് എന്താ പറയുക, സാഡിസ്റ്റ് മനോഭാവമാണത്. കാരണം ഇങ്ങനെ വിഷമിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും 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 അത് ചെയ്യുക. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പലപ്പോഴും ഞാൻ ആലോചിച്ച് നോക്കുന്ന ഒരു കാര്യമാണിത്. കാരണം ഒരുപാട് കാർഡ്സ് എടുക്കുമ്പോൾ കിട്ടുന്ന എനർജി നമ്മളെ കുറേ ചിന്തിപ്പിക്കുന്നുണ്ട്. വളരെ ഈഗോയിസ്റ്റ് പേഴ്സൺ ആയിരുന്നു എന്ന് കാണിക്കുന്നു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങളിങ്ങനെ ചേസ് ചെയ്യുന്നത് ഒരു തരം സന്തോഷമായിരുന്നു, ഒരു സുഖമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവും ഇത് തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിയെ ചേസ് ചെയ്തു പോകുമ്പോൾ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഒരു വിഷമത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങളൊരു ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ പോകേണ്ട കാര്യം? ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്യോന്യം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുകയും അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ കൊടുത്ത് കൊണ്ടുപോകേണ്ട ബന്ധങ്ങളാണ്. അല്ലാതെ ഈ രീതിയിൽ ഈഗോയിസം കാണിക്കാനുള്ള ഒന്നല്ല ഇത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു വെളിച്ചമൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഈശ്വരാധീനവും കാര്യങ്ങളും ഈശ്വരവിശ്വാസവും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ്, എൻ്റെ ഭാഗത്ത് കുറച്ച് തെറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും അത് പരിഹരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പരിഹരിച്ച് മുൻപോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഏസ് ഓഫ് വൈൻസ് വന്നിട്ടുണ്ട്. വീണ്ടും ഒരു പ്രോഗ്രസ് വരും, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് വരും, ഒരു ന്യൂ ബിഗിനിങ് വരും, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അല്ലാതെ എങ്ങനെയാണ് ഇത്ര കാലം അങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മെസ്സേജൊക്കെ വരുന്നുണ്ടാവും, സ്റ്റാറ്റസിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടിയുള്ള സ്റ്റാറ്റസൊക്കെ ഇടുന്നുണ്ടാവും. നിങ്ങളതൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് വളരെ വിഷമത്തിൽ ഇരിക്കുന്നു എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് വരുന്നുണ്ട്. ഇത് തന്നെയാണ്, അതായത് തിരിച്ചു കൊണ്ടുവരണം എനിക്ക്, ഞാൻ പഴയ ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരണം. പണ്ട് ഞങ്ങൾ എങ്ങനെ ബോൾഡായിരുന്നോ രണ്ടുപേരും, അതേമാതിരി ഞാൻ ബോൾഡായിട്ട് തന്നെ നിൽക്കണം ഇനി, ഇല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു പേടിയും കുടുങ്ങിയിട്ടുണ്ട് ഇപ്പോഴും. ഓക്കെ, എന്നാൽ ഞാൻ വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ വിജയിക്കും. കാരണം എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒന്നല്ല അത്, മനസ്സിലായില്ലേ? അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒന്നല്ല ഈ ബന്ധം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് എന്ത് വില കൊടുത്തും ഞാൻ അതിന് മുന്നേറും, ഞാനത് കൊണ്ടുവരും എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആളെ നിങ്ങളുടെ ചേസിങ് ഒക്കെ ഒന്ന് നിർത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ പലരും മനസ്സിലാക്കുന്നുണ്ട്. പേഴ്സണൽ റീഡിങ് വരുന്നുണ്ട്. അപ്പോൾ ആ വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചില കാര്യങ്ങൾ.
അതായത് നിങ്ങളുടെ ചേസിങ് നിങ്ങൾ നിർത്തണം. നിങ്ങളങ്ങനെ കൂടുതൽ ചേസ് ചെയ്യേണ്ട നമുക്കൊക്കെ ആത്മാഭിമാനം എന്ന് പറയണ ഒന്നില്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ ഇതൊക്കെ, ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ ആ ആത്മാഭിമാനം നമ്മളൊരിക്കലും പണയപ്പെടുത്താതിരിക്കുക. അത് ഏത് ബന്ധമാവട്ടെ, അതിന് ഫാമിലി ആണെങ്കിലും ശരി, ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, നമ്മളുടെ ലൈഫിലുള്ള ഏത് ബന്ധമാണെങ്കിലും ശരി, നമ്മളുടെ ആത്മാഭിമാനം വിട്ട് ജീവിച്ചാൽ നമുക്ക് കുറേ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങളെല്ലാം ഈശ്വരന് വിട്ടു കൊടുക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കണം? ഈശ്വരന് വിട്ടു കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ കൽപ്പന പോലെ വരട്ടെ, എല്ലാം ദൈവഹിതം പോലെ വരട്ടെ. ഓക്കെ, നമ്മുടെ റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.